ആ ഒരു മെഡിറ്റേഷൻ ധ്യാനം അതിലങ്ങനെ എത്തിപ്പെട്ടു. അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ധ്യാനം എങ്ങനെ, അതിലൂടെ നമുക്ക് എത്രാപ്പം കുറച്ച് എനിക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കാരണം അവൾ ഈ ഭൂമിയിൽ എന്ത് ഉദ്ദേശത്തോടെയാണേ വന്നത്, അവളെ കർത്തവ്യം പൂർത്തിയാക്കി. ഇന്നും എവിടെ കണ്ടാലും ഇപ്പൊ നിങ്ങൾ തന്നെ വന്നപ്പോ കേട്ടിട്ടുണ്ട് മരണശേഷം എപ്പോഴേക്കോ അമ്മയ്ക്ക് ശനിയുടെ സാന്നിധ്യം ഫീൽ ചെയ്തിട്ടുണ്ട്. സാന്നിധ്യം ഫീൽ ചെയ്തത് അത് സോൾ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴേക്ക് എനിക്കും എൻ്റെ മോളെ കാണണം തോന്നി. അങ്ങനെ കാണുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കൺസൾട്ടേഷൻ ഇരുന്നു. അവളൊരു മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഒരു നെഗറ്റീവ് പ്രിന്റ് പോലെ അവൾ വന്നു. ആ ഒരു വേസ്റ്റ് കണ്ടു ഞാൻ, അവളിങ്ങനെ വന്നു. അപ്പൊ ഇതൊക്കെ ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കാതിരിക്കും. വിശ്വസിച്ച് ഞാനത് അവളെ കണ്ടു. പിന്നെ ഈ മെഡിറ്റേഷൻ ധ്യാനം, പിന്നെ അന്ന് എന്നോട് സീമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി RCCയിൽ ഒരു ആശ്രയ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, വലിയൊരു സംഭവമാണ്. അപ്പം അതിലിപ്പോൾ ഞാൻ സർവീസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് അത് ഞായറാഴ്ച ഒഴികെ എല്ലാം വലിയ വലിയ, ഞാൻ എന്നെപ്പോലത്തെ 2-3 പേരെ സാധാരണക്കാരായവരുള്ളൂ. എല്ലാം വലിയ വലിയ ജോലിയിലിരിക്കുന്നവരും റിട്ടയർഡ് ആയവരും അല്ലാത്ത എല്ലാം വലിയ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ ഈ താഴെ ക്യാൻറ്റീനിലില്ല കഞ്ഞിവെള്ളം എടുക്കുക, അത് ഇതിൽ പറയാവോന്നറിയില്ല. കഞ്ഞിവെള്ളം എടുത്തിട്ട് മറിച്ച് കളയുന്ന കഞ്ഞിവെള്ളത്തിന് പോലും വിലയുണ്ടെന്ന് നമ്മൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ കഞ്ഞിവെള്ളം ഒരു 5-6 വലിയ ടമ്പറിൽ എടുത്തിട്ട് ട്രോളിയിൽ ഉരുട്ടി കീമോ വാർഡിലും കീമോ വാർഡ് 6ാമത്തെയും 5ാമത്തെയും ഫ്ലോറിലൊക്കെ കീമോ വാർഡുണ്ട്, അതിൽ ഉപ്പിട്ട് കീമോ ചെയ്ത് കിടക്കുന്ന പേഷ്യൻറ്റിനും കൂടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡറിനൊക്കെ കൊടുക്കുക. അവർ ഈ ചൂട് സമയത്ത് ആ കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴില്ലേ അവർ നമ്മളെ തൊഴുകയും അവർ ഇങ്ങനെ തൊഴുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശുപത്രിയിൽ കിടന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഡയറക്റ്റ് കഞ്ഞിവെള്ളം കൊണ്ടു കൊടുക്കണം, അവരോടൊരു സാന്ത്വന വാക്ക് പറയുക. പിന്നെ പാലിയേറ്റീവ് വാർഡിൽ പിന്നെ സെക്കൻഡ് തേഴ്സ്ഡേ ആണ്, അതിൽ പോയിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പിൽ 3-4 പേരുണ്ട്. കുറുക്ക് ഹെൽത്ത് മിക്സ് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് ഹെൽത്ത് മിക്സ് പാല്, അവിടെ ഒരു റൂമുണ്ട്, അതിൽ ഗ്യാസും അടുപ്പൊക്കെ ഉണ്ട് RCCയിൽ 7ാമത്തെ ഫ്ലോറിൽ. അതിൽ കുറുക്കുണ്ടാക്കി ഈ പാലിയേറ്റീവ് പേഷ്യൻറ്റിന് കൊടുക്കുക. അപ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക്. അങ്ങനെയെങ്കിലും ഒരു സേവനം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എന്തൊരു സന്തോഷമാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. കാരണം അതൊക്കെ ഒരു വലിയ കാര്യമല്ലെങ്കിലും മറിച്ച് കളയുന്ന കഞ്ഞിവെള്ളമാണ്. അപ്പോൾ എത്രയോ പേര് അവിടെ സർവീസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ ആശ്രയ ഓർഗനൈസേഷൻ്റെ. അമ്മയും ശനേശിയുമായിട്ടുള്ള അവസാന ഒരു നിമിഷം ശരിക്കും ഏതായിരുന്നു? അവസാന സമയം ശരിക്കും എപ്പോഴായിരുന്നു? ഞാനും മോളുമായിട്ടുള്ള അവസാന സമയം PRSൽ ലാസ്റ്റ് അവള് ഈ ട്രക്കോസ്റ്റമി തൊണ്ടയിലിട്ട് കഴിഞ്ഞ ശേഷം അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന്, എനിക്കറിയില്ലായിരുന്നു കുഞ്ഞിന് 2ാമതും ഇത് വന്ന് സ്പൈനലിൽ സ്പ്രെഡായിട്ട്. മോനും ഞാൻ പോയില്ല, എന്നെ കൊണ്ടുപോയില്ല ആശുപത്രിയിൽ. മോനും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും കൂടിയാണ്, ശരണ്യയുടെ ചെറിയച്ഛനും കൂടിയാണ് ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ ഡോക്ടർ 1 മന്തേന് ശരണേ ഉള്ളൂ, സ്പൈനലിലൊക്കെ സ്പ്രെഡായി എന്ന് പറഞ്ഞു, ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ റിക്വസ്റ്റ് ചെയ്തു, ഡോക്ടർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ. ഞങ്ങൾ ബാംഗ്ലൂർ പോയി സൈബർ നൈഫ് റേഡിയേഷനൊക്കെ കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ എമൗണ്ടൊക്കെ വന്നപ്പോൾ അവിടെ 10-20 ലക്ഷം രൂപ, പൈസയുടെ കണക്കല്ല കേട്ടോ, എൻ്റെ മോളെ പേരിൽ എനിക്ക് ആ രീതിയിൽ പറയുന്നതല്ല, എങ്ങനെയാലും എൻ്റെ മോളെ കിട്ടണം എന്ന് വിചാരിച്ചു. പൈസയൊന്നല്ല പ്രശ്നം, നമുക്ക് കുഞ്ഞിനെ എങ്ങനെയും കിട്ടണം. അങ്ങനെയാണ് പിന്നെ അവസാനം ഇവരെന്നോട് ഒളിച്ചു വെച്ചു, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മോനെ എന്തുണ്ട് ശരണ്യക്ക്, എന്ത് ഡോക്ടർ എന്തിനാ നിങ്ങളെ വിളിപ്പിച്ചേ? ഒന്നുമില്ല. അപ്പോൾ സീമ എന്നോട് ഇങ്ങനെ വിളിച്ചു പറയണ, പിന്നെ അതിന് സീമയും ഞാനായിട്ട് തർക്കമായത്. ശരണ്യ പാലിയേറ്റീവിൽ എവിടെയോ ആക്കിയിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അവിടെ. അപ്പോൾ എനിക്കറിയാം പാലിയേറ്റീവ് പേഷ്യൻ്റ് തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ഇത്, പിന്നെ മരണം കാത്തു കിടക്കുന്നവർ, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ മരണം കാത്തു കിടക്കുന്നവർ ഈ മോർഫിൻ വേദന സംഹാരി മാത്രം കഴിച്ച് മരിക്കുന്നവരെ കിടത്താം. നമ്മൾ വീട്ടിൽ കിടത്താൻ പറ്റാതെ അവിടെ കൊണ്ടുപോയി സാന്ത്വന ചികിത്സ, അതാണ് പാലിയേറ്റീവ് എന്ന് എനിക്കുള്ള ബോധം. ശരണ്യക്ക് അപ്പോഴും ബോധമുണ്ട്, ശരണ്യയുടെ ബോധം പോയിട്ടൊന്നുമില്ല. ശരണ്യക്ക് ഈ പാലിയേറ്റീവിൽ പോകുമ്പോൾ അവൾക്കും അറിയാൻ അവളെ എന്തിനാ പാലിയേറ്റീവിൽ കൊണ്ടുവന്നേന്ന്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ പാലിയേറ്റീവിൽ കൊണ്ടുവന്നേ? അപ്പം ഇവർ ഡോക്ടർമാർ പറഞ്ഞിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല മാത്രം, അതിനാണ് ഞാൻ സീമി തർക്കിച്ചിട്ടുള്ളത്. ചെറിയ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിന് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പൈസയാണോ സീമക്ക് പ്രശ്നം? ഈ വീട് വിൽക്കാം, പൈസ ഇല്ലായിട്ടാണോ എൻ്റെ കുഞ്ഞിനെ പാലിയേറ്റീവിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത്? സീമക്കൊന്നും എന്നോട് ഉത്തരം പറയാൻ വാക്കുകളില്ല. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മ സീമ ചേച്ചിയോട് എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ? പിന്നെ സീമ എന്തിനാ പാലിയേറ്റീവിൽ കൊണ്ടുപോകാൻ പറയുന്നത്? എൻ്റെ മോക്ക് എന്ത് കുഴപ്പം? അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്കറിയുന്നില്ലല്ലോ ഇവർക്ക് ഇങ്ങനെ ഉള്ളത്, ഇവർ പറഞ്ഞത് ഇവരെന്നോട് മറച്ചു വെക്കില്ലേ.
അപ്പോൾ 1 മാസം അങ്ങനെ നോക്കാം, വീട്ടിൽ നിന്നിട്ട് അവളുടെ ആ ഒരു ഡെത്ത് കാണണ്ട എന്നുള്ള രീതിയിലാണ്. അവിടെ ആകുമ്പം ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഡോക്ടർ നഴ്സുമാരൊക്കെ, അതാണ് സീമ അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിനെ പാലിയേറ്റീവിൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ അവളെ നോക്കും. അവളെ ഒരു കാര്യം എടുക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടും. ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കും. ഈ വീട് വിൽക്കാം, എവിടെ വേണമെങ്കിലും എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ചികിത്സിക്കാം. എനിക്ക് വീടും ഒന്നും വേണ്ട, എൻ്റെ മോളെ മതി. ഇതാണ് ഞാൻ പറയുന്ന വാക്ക്. പക്ഷെ വീട് വിറ്റിട്ടും കാര്യമില്ല എന്നുള്ളത് അവർക്ക്. വീട് വിറ്റിട്ട് കാര്യം ഉണ്ടെങ്കിൽ വീടല്ല, സീമയുടെ വീടും സീമ വേണമെങ്കിൽ വിറ്റേനെ ശരണിക്ക് വേണ്ടി. അല്ല, അത്രയും ഞാൻ പറയുകയാണ്, വിൽക്കുന്നല്ല അത്ര പോലും ഞാൻ പറയാം. അതിനല്ല സീമ എതിർക്കുന്നത്. കാരണം ഒന്നിനും ഒരു പ്രതീക്ഷയില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇനി ഒന്നും നോക്കണ്ടെന്ന്. പക്ഷേ എന്നിട്ട് ഈ പറഞ്ഞ സമയത്ത് അപ്പോൾ ഇവർ റിക്വസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കൊറോണ സമയമാണ്. അപ്പോൾ ശ്രീജിത്തിലെ ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് റേഡിയേഷൻ കൊടുത്ത് നോക്കാൻ ഞാനൊരു ലെറ്റർ തരാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഒന്ന് തൽക്കാലം ഒരു 6 മാസം 1 മാസം എന്നുള്ളത് 5-6 മാസം നീട്ടി കിട്ടിയേക്കാം, അല്ലാതെ കൊച്ചിന് കിട്ടുന്നവർ പറയുന്നില്ല. അപ്പം ഇതൊന്നും എനിക്കറിയുന്നില്ല, പിന്നീടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് RCCയിൽ ഞങ്ങൾ റേഡിയേഷൻ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ RCCയിൽ റേഡിയേഷൻ എന്തിനാണ് കൊച്ചിനെ കൊണ്ടുപോകണേ? എനിക്കറിയില്ലല്ലോ ഇവർക്ക് സ്പൈനലിൽ വന്നത്. അപ്പോൾ പറയാണ് അതിൻ്റെ തലേന്ന് വരെ എന്തെന്നറിയോ, ഇവള് ഫിസിയോതെറാപ്പി വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ചെയ്യിക്കുന്നത്. ഞാൻ വഴക്ക് പറയാണ് കൊച്ചിനെ. ഈ കൊച്ചിന് ഈ സ്പൈനലിൽ ഇത് വന്നിട്ടാണ് ആന ചിഹ്നം വിളിക്കും പോലെ ചിഹ്നം വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. കരയോ? എനിക്കറിയില്ല. ഈ ഫിസിയോതെറാപ്പിസ്റ്റ് പറയും ശരണ്യെ ചെയ്യേ, പിന്നെ ആൻറ്റിയാണ് ശരണ്യെ വഷളാക്കുന്നത്, ശരണ്യെ കൈ ഇങ്ങനെ ഷിവർ ചെയ്യും, ആൻറ്റി വാരി കൊടുക്കരുത്, അവളെ കൊണ്ട് ഒറ്റയ്ക്ക് വാരി കഴിപ്പിക്കും. അത് ഇന്ന് എനിക്കൊരു പശ്ചാത്താപമാണ്, കുറ്റബോധമാണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ മോളെ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് തീർത്താ ഞാൻ വിചാരിക്കും ദൈവമേ അവളൊന്ന് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിനെയൊക്കെ പ്രായച്ചിത്തം ചെയ്യണമെന്ന്. ഞാൻ അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു മോനെ. കാരണം നിനക്ക് മടിയാണെടി, നിനക്ക് എപ്പോഴും നിൻ്റെ അപ്പിയൊക്കെ അമ്മ എടുത്ത് നിനക്ക് ശീലമായിപ്പോയി, നിനക്ക് ബാത്റൂം പോയി അപ്പിയിടാൻ മടിയാണ്, മൂത്രമൊക്കെ നിനക്ക് ബെഡിൽ ഒഴിച്ച് ശീലമായിപ്പോയി. എല്ലാം ഞാനുണ്ടല്ലോ, എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് നോക്കാലോ, നിന്നെ ആരെ നോക്കുന്നു, എൻ്റെ കാലം കഴിഞ്ഞാൽ നിന്നെ ആരെ നോക്കും. അപ്പം ഞാൻ എന്തിനാ മോനെ ഇത് വഴക്ക് പറയുന്നത് അവളെ? ഇവള് ഉഷാറായി വരാൻ. അവൻ പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു മഹാദേവൻ എന്നിട്ട് മോനെ എന്നോട് പറഞ്ഞ അമ്മ ഇവിടെ ഓമനിച്ച് വഷളാക്കുക, നമ്മളെ ചെയ്യിക്കണം, ഫിസിയോതെറാപ്പിയൊക്കെ നമ്മളിങ്ങനെ ചെയ്യിക്കണം, ഇങ്ങനെ ഈ കസേരയിൽ എഴുന്നേൽപ്പിക്കണം, എഴുന്നേൽക്കടി ഇങ്ങനെ ഞാൻ പറയാണ്. അപ്പോൾ ഇവക്ക് പറ്റുന്നില്ല. അപ്പോൾ ഒച്ചത്തിൽ കരയാണ്. അവന് കള്ളക്കരച്ചിലാണ്, നീ കര, നിനക്ക് മടിയാണ്, വാതിനെ കൊണ്ട് കിടത്താം, നീ ഇനി ചെയ്യണ്ട, നീ ഇങ്ങനെ കിടക്ക്. ഇതാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുഞ്ഞു പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇന്നും ഉള്ളിത്തട്ടുന്നത്, ദൈവമേ ദൈവമേ, എൻ്റെ അമ്മക്ക് പോലും ഞാനൊരു ബേഡനായ, എന്നെ അങ്ങ് എടുക്ക് ദൈവമേ എന്നാ അവള് പറയുന്നില്ലേ. എപ്പോഴും ഈ കലാകാരന്മാരുടെയും കലാകാരികളുടെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ നമ്മളൊപ്പം ഇല്ലെങ്കിലും മരണപ്പെട്ടാലും ആ ചെയ്തു വെച്ച വേഷങ്ങൾ കൊണ്ടും ആ സാന്നിധ്യം കൊണ്ട് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള. അതെ. തനിക്ക് വീടൊന്നും വേണമായിരുന്നു എന്ന് ഒരാഗ്രഹവും ഇല്ലായിരുന്നു എന്നാണ് ശരണ്യയുടെ അമ്മ പറയുന്നത്. വീട് വേണമെന്നേ ഇല്ലായിരുന്നു, എനിക്ക് ശരണ്യ മാത്രം മതിയായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നുവെങ്കിൽ ശരണ്യ മരിച്ച ശേഷം ആ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ ആ വാടക വീട്ടുകാർ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നേനെ. ഇത് സ്വന്തം വീടായതുകൊണ്ടാണ് നമുക്കവിടെ കൊണ്ടുവരാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്വന്തം വീടല്ല, വാടക വീടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും സീമയുടെ സ്വന്തം വീട്ടിലേക്ക് ശരണ്യയുടെ ശരീരം കൊണ്ടുപോയേനെ, ആ ജീവന്റെ ശരീരം കൊണ്ടുപോയേനെ. ഇതിനുശേഷം സീമയും സംസാരിക്കുന്നുണ്ട്. അതിൽ സീമ പറയുന്നുണ്ട്, ശരണ്യ ഏതോ മുജ്ജന്മത്തിൽ തൻ്റെ മകളായി ജനിച്ചൊരു കുട്ടിയാണ് എന്ന്. കാരണം സ്നേഹസീമയിലേക്ക് താമസം മാറിയ ശേഷം ഇവർ അമ്പലത്തിൽ പോയപ്പോൾ ശരണ്യക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. അങ്ങനെ ശരണ്യയുടെ ഡ്രസ്സിലും ഒക്കെ മോശനായി. എന്നാൽ അതെല്ലാം ഒരറപ്പും കൂടാതെ സീമയാണ് കഴുകി കൊടുത്തത്. ഒരറപ്പുമില്ലേ ചേച്ചി എന്ന് ശരണ്യ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് അറപ്പ്, നീ എൻ്റെ മോളല്ലേ എന്നാണ് സീമ മറുപടി പറഞ്ഞത്. ഇന്നും സീമയെക്കുറിച്ച് പറയുമ്പോൾ ആ അമ്മയ്ക്ക് കണ്ണുനീര് വരുന്നുണ്ട്.